ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഞാൻ കഴുകി റെഡിയാക്കി വെക്കും. നിനക്ക് മര്യാദ ഉണ്ടോടി? അഹങ്കാരം കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. നിന്റെ തലയിൽ എന്താ പിണ്ണാക്കാണോ അതോ ചാണകോ? എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു ജന്തു. ഇങ്ങനെ കണ്ണും വിഴിച്ച് 24 മണിക്കൂറും മൊബൈലും ഒക്കെ നടന്നാ ഇതും ഇതിനപ്പുറം പറ്റും. ഈ കോട്ട് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ മീറ്റിങ്ങിന് പോകും? അടിച്ചതിന്റെ കാരണം പോയിക്കാ വേണ്ടത്. മതി മതി, ഇത്രയ്ക്ക് അങ്ങ് തിളക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ സ്വഭാവ. വഴക്ക് പറയുമെന്ന് വിചാരിക്കുമ്പോ ഒന്നും മിണ്ടാതെ ഒറ്റ പോക്കങ്ങ് പോവും. വഴക്ക് പറയില്ല എന്ന് വിചാരിക്കുമ്പോ ഇതുപോലെ വെളിച്ചപ്പാടിനെ പോലെ അലറി തുള്ളും. തല്ലാനായിരുന്നെങ്കിൽ ആ വയലിൻ പൊട്ടിച്ചപ്പോ നിങ്ങൾക്ക് എന്നെ തല്ലിക്കൂടായിരുന്നോ? അതുവരെ നിങ്ങൾ ക്ഷമിച്ചു. അപ്പൊ പിന്നെ ഈ ചെറിയ കാര്യത്തിന് എന്തിനെങ്ങനെ ചുമ്മാ കിടന്ന് അലറുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി തരാന്ന്. ശരി, ഇനി ഞാൻ നിങ്ങളുടെ കോട്ട് തുടർന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ വാഷിന് കൊടുക്കാം. മിസ്റ്റർ DK, ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറരുത്. ബിഹേവ് ചെയ്യുമ്പോ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. Shut up. Get out, you idiot. മോളെ, മോളുടെ വിഷമം അച്ഛന് മനസ്സിലാവും. അച്ഛൻ പഴയ ഒരു കാര്യം പറയാം. മോൾക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നിനക്കന്ന് 3ഓ 4ഓ വയസ്സ് കാണും. ഒരു ദിവസം അച്ഛന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈർക്കിലിയുടെ തുമ്പുകൊണ്ട് മോളുടെ കൈത്തണ്ടയിൽ ഒരു പോറൽ പറ്റി. നന്നായി നൊന്തെങ്കിലും നീ കരഞ്ഞില്ല. പക്ഷേ അന്ന് അത് കണ്ട് കരഞ്ഞത് മുഴുവൻ നിന്റെ ചേച്ചിയായിരുന്നു. അത്രയ്ക്ക് സങ്കടമായിരുന്നു അവൾക്ക്. ഒരാഴ്ച അവൾ ഈ അച്ഛനോട് മിണ്ടിയില്ല. അന്ന് രാത്രി അവള് എന്റെയും നിന്റെ അമ്മയുടെ അരികിൽ നിന്ന് നിന്നെ വാരിയെടുത്ത് അവളുടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. പിന്നെ ഒരിക്കലും നിന്നെ ഒന്ന് നോവിക്കാൻ, എന്തിന് ഒന്ന് വഴക്ക് പറയാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. നിന്റെ ചേച്ചിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ. അന്നും ഇന്നും നീ കഴിഞ്ഞ അവൾക്ക് മറ്റെന്തുള്ളൂ. അവള് നിന്നെ അടിച്ചെങ്കിൽ ഒന്നുകിൽ അതെന്തെങ്കിലും ടെൻഷനിൽ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കും. അത് ശരി. അപ്പൊ എന്റെ മോളെ അടിച്ചത് തെറ്റല്ലെന്നാണോ? ഇവളെന്താ ചെറിയ കുട്ടിയാണോ? കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായം ഇവൾക്കും ആയില്ലേ? പ്രായം ഉണ്ടെന്ന് വെച്ച് വിവേകം ഉണ്ടാവണമെന്നില്ലല്ലോ. മോളെ, അവള് നിന്നെ അടിച്ചത് തെറ്റ് തന്നെ, സമ്മതിക്കുന്നു. എന്ന് കരുതി നിങ്ങൾ അനിയത്തിയും ചേച്ചിയും ഇങ്ങനെ പിണങ്ങിയിരിക്കാനുള്ളവരാണോ? ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് നല്ല വഴക്ക് കൊടുക്കാം. അവൾ ഇനി നിന്റെ ദേഹത്ത് തൊടില്ല. പോരെ? ഹലോ അച്ഛാ.
എന്താ ജ്യോതിമോളെ നീ കാണിച്ചത്? എന്തിനാ നീ പ്രിയമോളെ അടിച്ചത്? അവള് കുട്ടിയല്ലേ, അവളെ പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്? അവളിവിടെ ആകെ വിഷമിച്ചിരിക്കുക. അച്ഛാ, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അച്ഛനോട് വിശദമായിട്ട് പിന്നീട് പറയാം. ഹലോ ഹലോ മോളെ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. ഹലോ ഹലോ ഹലോ. അച്ഛാ, എനിക്ക് കേൾക്കുന്നുണ്ട്. എനിക്കും കേൾക്കാം മോളെ. അവര് കേൾക്കാതിരിക്കാൻ ഇതേ വഴിയുള്ളൂ. അതുകൊണ്ടാ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞല്ല മോളെ, ചുമ്മാ. എന്തെങ്കിലും കാര്യമില്ലാതെ നീ അവളെ തല്ലില്ല, നീ അച്ഛനറിയാം. അതെന്തിനാണെന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇപ്പോ നീ അവളോട് സംസാരിച്ച് സംഭവം ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. വേണമെങ്കിൽ ഒരു സോറിയും പറഞ്ഞു. നിന്റെ അനിയത്തിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. തീർച്ചയായിട്ടും സോറി പറയുക അച്ഛാ. അവൾ എന്റെ അനിയത്തിയല്ലേ. അവളുടെ പിണക്കം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. അച്ഛൻ അവൾക്ക് ഫോൺ കൊടുത്തേ. അച്ഛന് നിന്നെ അറിയില്ലേ? ഞാനേ ഇപ്പൊ തന്നെ ഫോൺ അവൾക്ക് കൊടുക്കാം. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. മര്യാദയ്ക്ക് എന്റെ പ്രിയമോളോട് മാപ്പ് പറയും. മോളെ, അവള് ലൈനിലുണ്ട്. അവൾക്കും വലിയ സങ്കടമുണ്ട്. നിന്നോട് അവൾക്ക് സോറി പറയണമെന്ന്. അടിച്ചിട്ട് പിന്നെ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? എടീ, മുതിർന്നവർ ചിലപ്പോ അടിക്കും, പക്ഷേ പിന്നീട് സോറി പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മോളെ, നീ തന്നെ സംസാരിക്കും. ഹലോ പ്രിയമോളെ, നിനക്ക് എന്നോട് പിണക്കാണോ? പെട്ടെന്ന് നീ അങ്ങനെ സംസാരിച്ചതുകൊണ്ട് ചേച്ചി ചെയ്തു പോയതല്ലേ? സോറി മോളെ, ഇനി ചേച്ചി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം, നിന്നെ അടിച്ചതിന് മാത്രമാണ് ഞാൻ സോറി പറഞ്ഞത്. അവിനാഷിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാനില്ല. വാശിയാണോ? വാശിയൊന്നുമല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനമോ. ചേച്ചിയുടെ അനിയത്തി തന്നെയാ ഞാനും. ചേച്ചിക്ക് എത്രത്തോളം വാശിയുണ്ടോ അത്രത്തോളം വാശി എനിക്കുമുണ്ട്. ശരി ചേച്ചി. പ്രിയമോളെ, കണ്ടോടി, ഒന്ന് സംസാരിച്ചപ്പോ തന്നെ അവരുടെ പ്രശ്നം തീർന്നു. അതാ രക്തബന്ധത്തിന്റെ ശക്തി. അച്ഛാ, അവൾക്കും സങ്കടമായിട്ടുണ്ടാവും. അതാ ഒന്നും മിണ്ടാതെ പോയത്. അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇലയും മുള്ളും തമ്മിൽ എങ്ങനെ പെരുമാറിയാലും നഷ്ടം സംഭവിക്കുന്ന ഇലയ്ക്ക് മാത്രം. എന്റെ മോൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. ആ അവിനാഷിനോട് മേലിൽ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം നീ മോളെയും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. മനസ്സിലായോ? നമ്മുടെ അഭിമാനത്തിന് മുകളില അവൾ ആണിയടിച്ച് താഴ്ത്തിയത്. എന്ത് ചെയ്യാൻ, അനുഭവിക്കുക, അത്ര തന്നെ. എന്നുവെച്ചാ ജീവിതകാലം മുഴുവനും DKക്ക് വേണ്ടി അടിമപ്പണി ചെയ്ത് മരിക്കണോ? നമുക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലേ? നമ്മളൊക്കെ വലിഞ്ഞേറി വന്നവരാണോ? DKയുടെ പേര് പറയാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടില്ലത്രേ. അത് അവളാണോ തീരുമാനിക്കുന്നത്? ഇത് ചോദിക്കേണ്ടതേ എന്നോടല്ല, അവളോടാ. ചോദിക്കോടാ, ചോദിക്കും. എനിക്കൊരുത്തിയും പേടിയില്ല.
നമ്മൾ അമരാവതിയിലെ ഇത്തിൽ കണ്ണികളാണെന്നല്ലേ അവൾ ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെന്താ സംശയം? നമുക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? ഒന്നുമില്ല. എവിടെയോ കിടന്ന ബേക്കറിക്കാരി പോലും നമ്മുടെ അഭിമാനത്തിന്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചവിട്ടുന്നു. കൊല്ലണം കൊല്ലണം അവളെ. അളിയോ കൊള്ളാം. ഞാൻ കരുതിയത് പോലല്ല. എന്റെ അളിയന് ബുദ്ധിയുണ്ട്. വൈകി വന്നതാണെങ്കിലും അത് നല്ലത് അളിയ. ഗോകുലേ, അവളുടെ ആട്ടും തുപ്പും ഏൽക്കാനുള്ളവരാണോ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും? ആലോചിക്കേ, എന്നിട്ട് വേണ്ടതുപോലെ ചെയ്യും. ഞങ്ങളുടെ മുമ്പില് വേറെ ഒരു വഴിയുമില്ല. അവള് പറഞ്ഞതിനകത്തും ശരിയുണ്ട്. DK സേവിച്ച് സേവിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ ജീവിച്ച് മരിക്കത്തേ ഉള്ളൂ. വഴിയില്ലെങ്കിൽ വഴി വെട്ടി തെളിക്കണം. നിങ്ങളെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. DKയുടെ കയ്യിലെ വെറും കളിപ്പാവളായി പോയല്ലോ നീയൊക്കെ. എന്റെ പെങ്ങളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയച്ചത് തന്നെ വലിയ തെറ്റായിപ്പോയെന്ന് തോന്നുന്നു എനിക്ക്. അളിയൻ അങ്ങനെ പറയരുത്. അവക്ക് ഇവിടെ എന്തോ ഒരു കുറവ്. ഞാൻ അവളെ പൊന്നുപോലെ നോക്കുന്നില്ലേ? എന്റെ ബാലു, കുറവും കൂടുതലൊക്കെ തൂക്കി നോക്കി കണക്ക് പറയുന്നത് കച്ചവടമല്ല, എന്റെ പെങ്ങളുടെ ജീവിതമാ. ആ വലിയൊരു വീട്ടിൽ ജീവിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ആ വീട്ടിലെ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ? അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അധികാരമോ അവകാശമോ ഉണ്ടോ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ജ്യോതിക്ക് മനസ്സിലായി. അതുകൊണ്ടാ നിങ്ങളെ അപമാനിക്കാൻ അവൾ ഇത്രയ്ക്ക് ധൈര്യം കാണിച്ചത്. ഇത്രയും ഇൻസൾട്ട് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോകുലേ, ഇതൊരു തുടക്കം മാത്രമാ. ഇനി അവൾ നിങ്ങളെ അപമാനിക്കും. നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് അവളുടെ അടിമപ്പണി ചെയ്യിപ്പിക്കും. മടുത്തു. ഇങ്ങനെ അടിമയെ പോലെ ജീവിച്ച് മടുത്തു. എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ എന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. അത് മണ്ടത്തരം. ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ ആണുങ്ങളാണെന്ന് തെളിയിച്ചു കൊടുക്കണം. DK ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ചു കൊടുക്കണം. അതെ അളിയ, അളിയൻ പറഞ്ഞതാ ശരി. പക്ഷേ അതിനിപ്പോ എന്തൊരു വഴി? എന്തെങ്കിലും ചെയ്യാൻ കയ്യിൽ പണം വേണ്ടേ? എല്ലാം ഇട്ടെറിഞ്ഞിറങ്ങി ഓടിപ്പോയാല് ആര് പണം തരാനാ? ഇവിടുന്ന് ഇറങ്ങിപ്പോയാരും തരില്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ പണം കിട്ടും. ആര് തരും? അതിനൊക്കെ ആളുണ്ട്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും DK അറിയരുത്. അത് നടപ്പിലാകുന്നവരെ ഇപ്പൊ നിൽക്കുന്ന പോലെ അയാളുടെ കൂടെ തന്നെ നിൽക്കണം. എന്നിട്ട് അയാൾ അറിയാതെ ബിസിനസ് തുടങ്ങണം. നിങ്ങൾ വളരണം. DKയേക്കാൾ ഉയരത്തിൽ വളരും. ഞങ്ങള് വളരും. അളിയൻ പറ, ഞങ്ങൾ അതുപോലെ കേൾക്കാം. എങ്കിൽ ഞാൻ കൂടെയുണ്ട്. പണത്തിനുള്ള വഴി ഞാനുണ്ടാക്കി തരാം. അത് മതി, അത് മതി. ബാക്കി ഞങ്ങൾ ഏറ്റു. കണ്ടില്ലേ DK, നിന്റെ ഭാര്യ പറഞ്ഞ ഒറ്റ വാക്ക്, അത് മതി അമരാവതിയെ പീസ് പീസാക്കാൻ. ജ്യോതി, നീ കാരണമാണ് ഈ കുടുംബം പല കഷ്ണങ്ങളാകുന്നതെന്ന് നിന്റെ DK അറിയുന്ന നിമിഷം നിന്റെ ഇവിടുത്തെ ജീവിതം തന്നെ അവസാനിക്കും. എല്ലാവരും നിന്നെ വെറുക്കും.
ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം വന്ന് വീണതല്ല. ഒരു വയലിൻ വാങ്ങാൻ എത്ര പണം വേണമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇതിന് നൽകുന്ന മൂല്യം എത്രയാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡി കെ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഡി കെ, നിങ്ങൾ ഇങ്ങനെ നിസ്സാരമായിട്ട് കാര്യങ്ങളെ കാണരുത്. പിന്നെ എങ്ങനെ കാണണം? ഡി കെക്ക് ഇത്രയും പ്രിയപ്പെട്ട വയലിൻ മനഃപൂർവ്വം പൊട്ടിച്ചിട്ട് പോലും ഡി കെ പ്രതികരിച്ചില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുക. ഡി കെ, നിങ്ങൾ അറിയാതെ ഈ വീട്ടില് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് നടിച്ചാൽ അത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് വരും. എന്നുവെച്ചാൽ പറഞ്ഞോളൂ. ജ്യോതിയുടെ കാര്യം തന്നെയാ. അമ്മയുടെ സപ്പോർട്ട് ഉണ്ടെന്ന ബലത്തില് അവൾ ഈ വീട്ടിലെ മറ്റുള്ളവരെ എല്ലാം വളരെ നിസ്സാരമായിട്ടാ കാണുന്നത്. ഇങ്ങനെ തുടർന്ന ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാനാവില്ല. ഈ ഒരു വീടിനുള്ളിലാണെങ്കിലും ഞങ്ങള് വേറെ 3 കുടുംബങ്ങൾ തന്നെയാ. അവളെ നിലയ്ക്ക് നിർത്താൻ ഡി കെ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് ജ്യോതി കാരണമാണ് ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ഞങ്ങൾക്കെല്ലാം മനസമാധാനത്തോടെ ജീവിക്കണം. അവൾ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ മായയുടെ അഭിപ്രായം? ജ്യോതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഭാര്യയായിട്ട് ഡി കെ അവളെ അംഗീകരിക്കുന്നില്ല. പിന്നെന്തിനാ അവൾ ഇനി ഈ വീട്ടില് ഒരു ബാധ്യതയായിട്ട് തുടരുന്നത്? പിരിയുന്നതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. ഞങ്ങൾക്കും അത് തന്നെ ആഗ്രഹം. ഒമ്പടി ഭയങ്കരി, ഒരവസരം കിട്ടിയപ്പോ എന്നെ പുകച്ച് പുറത്തു ചാടിക്കാൻ നോക്കുന്നു. ശരിയാക്കി തരാം ഞാൻ. അത് ശരി. അപ്പൊ ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. 3 മരുമക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയല്ലേ? ആ, അതെ. ഇപ്രകാരമാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജ്യോതി വരും മുമ്പ് ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവർക്കും മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് ഈ വീട് നോക്കിയതാരാ? ഞാനാണ്. ഇപ്പോ നിന്നോട് ഈ വീട് നോക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. എങ്കിൽ പോയി ആദ്യം ആ ജോലി ചെയ്യൂ. ജ്യോതിയെ കുറ്റം പറയുന്നത് നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മനസമാധാനം കിട്ടും. ചെയ്യാൻ കഴിയുന്ന ജോലികളൊക്കെ വീട്ടിൽ ചെയ്യണം. അതില്ലാത്തപ്പോഴാ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നു. ഈ ഹിറ്റ്ലർ ആള് കൊള്ളാലോ. അപ്പൊ നൈസായിട്ട് മരുമക്കൾക്ക് പണി കൊടുക്കാനും അറിയാം. ഡി കെ, ഞാനിതൊക്കെ മനഃപൂർവ്വം കുറ്റം പറയുന്നതാണോ ഡി കെ വിചാരിക്കുന്നത്? മായ, ജ്യോതി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. പക്ഷെ നിനക്ക് ജ്യോതിയെ തന്നെ ഇഷ്ടമല്ല. എവിടെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് തുടങ്ങിയതെന്ന് കണ്ടുപിടിച്ച് അത് തിരുത്താൻ ശ്രമിക്കും. ഈ വീടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ജ്യോതിക്കില്ല, അതെനിക്കറിയാം. പക്ഷേ നിനക്കതിന് കഴിയും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സമയം കളയാതെ പോയി മൂത്ത മരുമകളുടെ കടമകൾ ഏറ്റെടുത്ത് വേണ്ടത് ചെയ്യും. അതല്ല ഡി കെ, സുപ്രിയ ആന്റിക്ക് പ്രിയപ്പെട്ട വയലിൻ പോലും അവള് പൊട്ടിച്ചു വെച്ചാ അത് മാറുമായിരിക്കും. പക്ഷെ ഒരിക്കലും അത് പഴയതുപോലെ ആവില്ല. ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ല ഡി കെ വേണ്ടത്. പിന്നെ ആ പ്രശ്നത്തെ തന്നെ ഇല്ലാതാക്കണം.
അത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം.